ആ, നമ്മുടെ പുഴക്കൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാ മതി. അവിടുന്ന് കാണാമെന്നേ. വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. നീ ഇവിടെ നിൽക്കുവാണോ? ചെക്കനെ കൂട്ടർ എത്താറായി. പെണ്ണിന്റെ ഒരു ഇനിയും കഴിഞ്ഞില്ലേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മനസ്സമ്മത്തിന് എങ്ങനെയാണെങ്കിൽ കെട്ടിന്റെ എന്താവും? പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടോ? 8 വരെ പോയി, 8 തോറ്റ്. എന്ത് എടാ ജോർജ്, എന്താ എടാ എല്ലാം ഓക്കെ ആണോ? അച്ഛാ, സാധാരണ രാവിലെ തന്നെ ഞാൻ എത്തിച്ചു. ചിക്കനും ബീഫ് ഇപ്പം കൊടുത്തേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ അടി തുടങ്ങിയില്ലേ? ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ച മനസ്സമ്മതത്തിന്റെ കാര്യ. സമാധാനമുണ്ടല്ലോ, ഞാൻ വേഗം വാ, ചടങ്ങ് ഇപ്പൊ തുടങ്ങും. അച്ഛാ, ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇപ്പം പോല. അപ്പൊ പോവല്ലേ? എവിടെ പോവാ? ഇതൊക്കെ കുറെ സമയം പിടിക്കും. നമ്മുടെ വിക്കത്തല്ലേ നടത്തുന്നത്. വരാച്ചായ കുഞ്ഞാടുകളെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ചക്കാലക്കൽ ആൻഡോമകൾ ഒന്നുമില്ല ചായ, ടെൻഷൻ കറിയാച്ചൻ മകൻ ചാണ്ടിയുടെയും മനസമ്മതത്തിനാണ്. പൂവത്തിങ്കൽ കറിയാച്ചൻ മകൻ ചാണ്ടിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഈ കൊച്ചിനെ കിട്ടിയതേ നമ്മുടെ മോന്റെ ഭാഗ്യ. ഇവൻ ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കിട്ടിയനെ. നമ്മുടെ ചാണ്ടിക്കുഞ്ഞെ തങ്കക്കുടമാ, തങ്കക്കുടം. ചക്കാലക്കൽ ആൻഡോമകൾ അന്നമ്മയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി നമുക്ക് മോതിരമാറ്റ ചടങ്ങുകളിലേക്ക് കടക്കാം. ഓ, വിട്ടില്ല ഞാൻ. ഡോണ്ട് കൺട്രോൾ. ഒരാഴ്ച കൂടി കൺട്രോൾ ചെയ്യൂ. എനിക്ക് മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയണം. ചടങ്ങുകൾ പൂർത്തിയായി. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം. വേഗം ഇതൊക്കെ കൊണ്ടുപോയി വെക്കടാ, ഭക്ഷണം തീർന്നു പോകും. ആള് കൂടുതലാണ്. ബിരിയാണി ഇഷ്ടമാണോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ജോജിക്കുട്ടി, ചേച്ചിയുടെ മനസ്സമ്മതത്തിനെങ്കിലും നിനക്ക് മര്യാദക്കിരുന്നു കൂടെ? താൻ പോടോ. താൻ പോടോ? കർത്താവേ, എന്ത് ദൈവഭയത്തോടു കൂടിയാണ് ആൻഡോ അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛോ, ഭക്ഷണം. ഓ, വാടാ, തീർന്നു പോകും. അതെ, ഇതെത്ര പവന്റെയാ? ഇതെന്തിനാ നാണിക്കുന്നേ? നാണൊക്കെ ഞാൻ മാറ്റും. ഇതിപ്പോ പള്ളിപ്പറമ്പായി പോയോണ്ടാ, ഞാൻ കാണിച്ചു തരായിരുന്നു. ഇതൊക്കെ നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ സംസാരിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടത്. ഇതിനൊക്കെ നാണിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെഷ്യൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അവര് നമ്മളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ ചിരിച്ചോ? എന്തായി ചേട്ടായി നമ്മുടെ കാറിന്റെ കാര്യം? ബുക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിന്റെ അന്ന് അവള് വരുന്നത് അതിലായിരിക്കും. അത് നന്നായി.
സ്വർണം പിന്നെ ചേട്ടായി നോക്കിയേ വാങ്ങുമെന്ന് എനിക്കറിയാം. പിന്നെ ക്യാഷ് അത് കല്യാണത്തിന് അന്ന് മതി. ചേട്ടാ എനിക്ക് അത്ര വിശ്വാസാ. അച്ചായൻ ടെൻഷൻ അടിക്കണ്ട അച്ചായ. കാറുണ്ട്, 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ സ്വർണ്ണം ഉണ്ട്, പിന്നെ ഞങ്ങളുടെ സുന്ദരി പെണ്ണും ഉണ്ട്. നീ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇരിക്കും. എന്തൊരു സുഖം. ചേച്ചി പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് വേണന്റെ മടിയിരുന്നു. ഫോട്ടോ എടുക്കുന്നു. ചിരിക്കും. ഈ പെണ്ണിന്റെ ഒരു കാര്യം, അവൻ തൊട്ടവളങ്ങ് അലിഞ്ഞു പോവോ? ഇങ്ങനെ നാണിച്ചിരുന്ന എങ്ങനെയാ? ആ ചെക്കനെ ന്യൂജിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അവന്റെ താടി കണ്ട് അറിയില്ലേ? അതെ, കുൽഫി ഇഷ്ടമാണോ? ബിരിയാണിയുണ്ട്, എനിക്കിഷ്ടം. വാങ്ങിച്ചേരാട്ടോ ഒരുപാട്. നിന്റെ മദ്യപാനം കൂടുതലാണ്, നിനക്കും മദ്യപാനം കൂടുതലാണ്. അച്ഛൻ ഞങ്ങൾക്കറിയാൻ എഴുന്നേറ്റ് പോവാവൂ. ഞാൻ ഈ ഇടവക വികാരിയാണ്, ഞാൻ ഇടയിലിരിക്കും. അച്ഛാ, അച്ഛൻ അടുത്ത ആഴ്ച സമയമുണ്ട് അച്ഛാ. എന്തിനാണ്? എനിക്ക് അച്ഛനടുത്ത് പേഴ്സണലായിട്ടൊന്ന് കുമ്പസരി. നീ ഒരുമാതിരി വെള്ളം ഓടിച്ചോണ്ട് കുമ്പസാരക്കൂടിന്റെ പരിസരത്ത് വന്നു പോകരുത്. അച്ഛൻ അങ്ങനെയൊന്നും എന്നെ കുറ്റം പറയരുത്. പണ്ട് കാനഡയിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞു കൊടുത്തതാ. കാനഡ അല്ലടാ, കാനായി. മുക്കറിയിടുവോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ചേട്ടാ. അപ്പൊ ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണത്തിന് മോളെ ഇവരിറങ്ങാം. പോടാ. ഓക്കെ, ഇനി ഒരാഴ്ചയോടെ ഫോൺ എടുക്കണേ. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരും. അവന്റെ ആവശ്യം അത് തന്നെ. ഹോട്ടൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ബുക്ക് ചെയ്യും. തനിക്ക് പാർട്ടിക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ അവിടെ ടേബിൾ അറേഞ്ച് ചെയ്യും. ഓക്കെ, താൻ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ HB കോളനിയിലാണ്. ഓ, ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത്. HB കോളനി എവിടെ? നേഹ, നീ അങ്ങോട്ട് നന്നായിട്ട് നോക്കി. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ ഡ്രോപ്പ് യു. യാ ഷുവർ. ഓക്കെ ദെൻ കം ഓൺ. എടാ സ്നേഹ ഇത്ര തടിച്ചു പോയത് അത് ഞാൻ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇങ്ങനെ ആയിപ്പോയതാ. ലക്കി ഗേൾ, കം ഓൺ. See you. Okay, good night. Thank you. അല്ല, എന്താ കേറുന്നില്ലേ? ബ്രദറിനെ പരിചയപ്പെടുത്തി തരാം. Are you sure? ഏയ്, ഒരു കുഴപ്പമില്ല, വാ. Okay. വിളിച്ച ഉടനെ പോവോ? വേണ്ടെന്നൊന്നും പറയില്ലേ നീ? ചേട്ടാ, ഇത് കൃഷ്. ഉഷല്ല, കൃഷ്. മനസ്സിലായി. അപ്പുറത്തെ കളി കഴിഞ്ഞു. ഇവിടെ ഒരു കിങ് ആണെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോയിരിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ അവന്റെ കളി തീരുമായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ചേട്ടൻ ഈ കളി തന്നെയാ കളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും അതേ കളി തന്നെ കളിച്ചോണ്ടിരിക്കുന്നത്. എന്താ ഒരു കളിക്ക് ഇത്ര സമയോ? എത്ര സമയം വേണമെങ്കിലും കളിക്കും. എന്നാൽ അവൻ എന്റെ മുമ്പിൽ തോൽക്കണം, അത്രമാത്രം മതി എനിക്ക്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ പോയി കോഫി കൊണ്ടുവരാം. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കളി ഞാൻ കളിക്കാം. നോ, ഞാൻ സമ്മതിക്കില്ല. അവൻ തന്നെ കളിക്കണം. അതിനിവിടെ ആരും ഇല്ലല്ലോ. ഉണ്ടല്ലോ, രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ? അതേടെ, സമയം പോയില്ലെങ്കിൽ ദിവസം മുഴുവനും കളിക്കും. വേണമെങ്കിൽ ഞാൻ ഇടട്ടെ? മാറി നിൽക്കണതണ്ടി. എന്നാ വേണ്ട, എന്റെ കാർഡ്സിൽ ഞാൻ മാത്രമേ കളിക്കുള്ളൂ. ഡേ, ഞാൻ നിന്റെ കിങ്ങിനെ വെട്ടിയിരിക്കും. നീ എന്റെ ജാക്കിയെ തൊട്ട് നോക്ക്. ഷോ കളി കഴിഞ്ഞു. എടേ ജോണി വാക്കറെ, നിന്റെ കളി ഇതോടെ കഴിഞ്ഞു. വേഗം 100 രൂപ എടുക്ക്. എടാ ബാക്ക് പേപ്പറേ. ബാക്ക് പേപ്പർ ജോണി വാക്കർ. എന്റെ കയ്യിൽ 100 രൂപ ഇല്ല. എടാ ബ്ലാക്ക് ഡോഗേ, അതെ, കുറെ നേരമായിട്ട് ഞാൻ കളിക്കാന്ന് പറഞ്ഞോണ്ട് നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? നീ കാരണമാണ് ഞാൻ തോറ്റത്. ഒരു 100 രൂപയും എടുക്ക്. ഇത്ര നേരമായിട്ട് അവൻ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നില്ല, അവനോട് തന്നെ ചോദിച്ചാൽ മതി. ആ, എന്നെക്കാളും തേപ്പാണല്ലോ അവൻ. നിന്റെ ഒരു 100 രൂപ ഉണ്ടോ കൊടുക്കാൻ? ഇല്ല, 500 ഉള്ളൂ. 500? 500 ഞാൻ പിന്നെ തരാം. താ ഇതാ. നിന്റെ പേരെന്താ?
കൃഷ്. വെള്ളം അടിക്കാറുണ്ടോ? ശീലമല്ല. സിഗരറ്റോ? പരിചയമല്ല. ഷംപുവോ? ഇഷ്ടമല്ല. നല്ല പയ്യനായതുകൊണ്ട് എന്റെ പെങ്ങക്ക് നീ ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഓക്കെ അല്ല. കോഫി എടുത്തോളൂ. താങ്ക് യു. ചേട്ടാ, കൃഷ്ണന്റെ എന്തിനാ കാശ് വാങ്ങിയത്? അളിയന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതുകൊണ്ട് എന്താടി ഒരു തെറ്റ്? അളിയാന്ന് എന്തിനാ വിളിക്കുന്നത്? കോടീശ്വരനെ അളിയാന്ന് വിളിക്കുന്നതിൽ എന്താടി ഒരു തെറ്റ്? ഇദ്ദേഹം എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാ ചേട്ടാ. അപ്പോൾ ചെയ്തു, ഇപ്പോൾ ചെയ്യുന്നു, ഇനി അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. ശരി, ഓക്കെ എന്നാ ഞാൻ പോവുകയാണേ. അല്ല, പോകുന്നല്ല, പോയിട്ട് വരാന്ന് പറയേ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോളിയാ. ഓക്കെ, ബൈ, സീ യു. നീ എന്താ കളിക്കുന്നില്ലേ? കോഫിയെങ്കിലും കുടിക്കേ. ഞാൻ കോഫി കഴിച്ചാ പിരിയും, വേണേ അവനോടുക്ക്. എന്റെ അമ്മേ. Saya